വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 8 മണി ആയിട്ടുണ്ടാവും കേട്ടോ. 7:57 8 മണി ആയിട്ടുണ്ട്. എനിക്ക് 9 മണിക്കാണ് ഡ്യൂട്ടി. ഇപ്പോൾ രാഷിദിയിലേക്ക് വന്നുകൊണ്ട് തന്നെ എനിക്ക് 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലും 8:50 8:40 ആകുമ്പോഴേക്കും സിലിക്കൺ ഒയാസിസിൽ എൻ്റെ ഓഫീസിലെത്തും കേട്ടോ. പുറത്ത് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റിംഗ് റൂമിൽ AC ആണ്. സോ നമുക്ക് കുറച്ചേരം അകത്ത് പോയിരിക്കാം. അകത്ത് കയറിയപ്പോൾ തന്നെ ഒരു സമാധാനമായിട്ട്, കാരണം പുറത്ത് നല്ല വെയിലായിരുന്നേ. എൻ്റെ ബസ്സിന് ഒരു 2-3 മിനിറ്റിനുള്ളിൽ ബസ് വരും. ഇത് നമുക്ക് പോകേണ്ട വഴികളും കാര്യങ്ങളും റൂട്ടും ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബസ്സിൻ്റെ ടൈമും നമുക്ക് ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും. കറക്റ്റ് ടൈമിൽ തന്നെ ബസ് വരും. എൻ്റെ ബസ് വന്നു. ഞാൻ ഇനി രാഷിദിയിലേക്ക് പോവാം. ഇവിടെ നിന്ന് എനിക്ക് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3 to 5 മിനിറ്റിനുള്ളിൽ രാഷിദിയിൽ എത്തും കേട്ടോ. വീട്ടിൽ നിന്ന് കാലത്ത് ആദ്യം പോണത് ചേട്ടനേക്കാളും മുന്നേ പോണത് കുഞ്ഞികളാണ് കേട്ടോ. 5:45 അവരുടെ ബസ് വന്നു, അവർ പോയി. ഒരു 6 മണി 6:30 ആയപ്പോൾ ചേട്ടൻ പോയി. പിന്നെ 8 മണിയാകുമ്പോൾ ഞാൻ പോകും. അങ്ങനെയാണ് കേട്ടോ ടൈമിങ്. ഞാൻ രാഷിദിയയിൽ സെൻട്രൽ പോയിന്റ് മെട്രോ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ്റെ അടുത്തെത്തി. മെട്രോ മുകളിലും ബസ് സ്റ്റേഷൻ താഴെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബസ് സ്റ്റേഷൻ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു കഴിഞ്ഞ് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെട്രോ സ്റ്റേഷനായി കേട്ടോ. ഞാൻ ബസ് സ്റ്റേഷനിലെത്തി. ഇങ്ങനെ ഞാൻ സെൻട്രൽ പോയിന്ന് അടുത്ത ബസ് വിളിച്ചിട്ട് ഇത് എൻ്റെ ഓഫീസിലെത്തി കേട്ടോ. ഇപ്പോൾ 8:50 ആയിട്ടുണ്ട്. 9 o'clock ഓഫീസ് ഇവിടെ കറക്റ്റ് ടൈമിലല്ല ഞാനിവിടെ എത്തി. ഇവിടെ നമുക്ക് ഓഫീസ് വർക്കിംഗ് ടൈമിൽ അല്ലെങ്കിൽ ബ്രേക്ക് ടൈമിൽ ഒക്കെ നമ്മളൊന്ന് മെൻ്റലി നമ്മളൊന്ന് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് വന്നിട്ട് ഇവിടെ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രീ ടൈമിലേക്ക് വന്നിട്ട് കുറച്ച് നേരം കളിച്ച് പിന്നെ വീണ്ടും പോയി വർക്കിംഗ് ചെയ്യാം. അപ്പോൾ ഒരു ഉഷാർ കിട്ടുമല്ലോ. അങ്ങനെ നമ്മുടെ ഒന്ന് മൈൻഡിലേക്ക് റിലാക്സ് ആക്കാൻ പറ്റിയ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് നമ്മൾ വില്ലയിലേക്ക് മാറിയപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായത് ടൈമിംഗ് ആണ് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷാർജയിലുള്ള സമയത്ത് നമ്മൾ 5:45 ഇറങ്ങി ഇവിടെ എത്ര നേരത്തെ എത്തി ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതിനും ഭേദം കറക്റ്റ് ടൈമിൽ ഓഫീസിലേക്ക് എത്തി നമുക്കൊന്ന് ഇത്തിരി ടൈം നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഭയങ്കര ബെനിഫിറ്റ് ടൈം മാനേജ്മെൻ്റ് ആണ് കേട്ടോ. നമുക്കൊന്ന് ടൈം മാനേജ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നത് ഇവിടെ വില്ലയിലേക്ക് നമ്മുടെ വന്നിട്ടാണ് കേട്ടോ. ഞാൻ ഓഫീസിലെത്തി കേട്ടോ. ഇനി നമുക്ക് വൈകിട്ട് കാണാം വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഉറക്കത്തിന് എഴുന്നേറ്റതാ ഉണ്ണികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ഉറങ്ങും കേട്ടോ. അപ്പോൾ ആ ക്ഷീണം കാലത്ത് പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് വന്നുള്ളൂ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? നമ്മുടെ വാഴക്കൊപ്പരയുടെ പൂവില്ലേ, അത് അമ്മ ഇങ്ങനെ വറുത്തെടുത്തതാണ് കേട്ടോ. നല്ലൊരു സ്നാക്കായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന് ചായക്കും കുടിച്ച് സ്നാക്കൊക്കെ കഴിച്ച് പിന്നെ നമ്മളൊന്ന് പുറത്തേക്ക് പോകാമെന്നിങ്ങനെ വിചാരിച്ചു. ഫ്രണ്ട്സ്, അപ്പോൾ ഡ്യൂട്ടിക്കും കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഉണ്ണിയോളം അമ്മേനെയും കൊണ്ടൊന്ന് പുറത്തേക്കൊന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ണികളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് വില്ലയിലുള്ളത്. ഇവിടെ വന്നിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇവർക്ക് കുറേ ഫ്രണ്ട്സിനോട് കിട്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർ കേക്ക് മുറിക്കാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. അവർ കേക്ക് മുറിച്ച് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് അടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടക്കാം, കാഴ്ചകൾക്കും കണ്ടിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഉണ്ണികളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി അവർ കേക്കൊക്കെ മുറിച്ച് വന്നിട്ട് നമുക്ക് പുറത്തു പോകാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ വിചാരിച്ച് എടുത്തിട്ടില്ല അല്ലേ പാർക്കിംഗ് ആപ്ലിക്കേഷൻ. ഇവിടേക്ക് എന്താന്ന് വെച്ചാൽ പാർക്കിങ്ങിന് ഇപ്പോൾ നമ്മളുടെ വില്ലേരെ ഫ്രണ്ടിലേക്കും പാർക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം 2 ദർഹം കൊടുക്കണം. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് എല്ലാ കാറുകൾക്കും 300 ദർഹം തോന്നുന്നു കേട്ടോ പാർക്കിങ്ങിന് ഫൈൻ ഇട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ എന്തോ ആപ്ലിക്കേഷൻ ഉണ്ടെന്നേക്കും പറയുന്നു ചേട്ടൻ. അതൊക്കെ ഇനി ഡൗൺലോഡ് ചെയ്ത് സെറ്റാക്കണം. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. എങ്ങനെയുണ്ട് അമ്മ വില്ല? വലിയ ഇഷ്ടമായാ? സൂര്യഭഗവാനെ തൊഴാൻ കിട്ടി. കുറേ നടക്കാനുള്ള സ്ഥലമുണ്ട്, നല്ല ചെടികളും മരങ്ങളും നല്ല കാറ്റും. മറ്റേ ഷാർജയിൽ നിന്നേക്കാൾ നല്ലതല്ലേ? നമ്മുടെ വീട്ടില് നമ്മൾ നിൽക്കുന്ന പോലെ തോന്നും. അത് ശരിയാട്ടോ. പിന്നെ അതുപോലെ തന്നെ സമയം ഉണ്ടല്ലോ, സമയം മെയിൻ കാര്യം. ഇതൊക്കെ പോവാഞ്ഞി നമ്മൾ ആദ്യം വിചാരിച്ചത് ഇവിടെ അടുത്തുള്ളൊരു പാർക്കാണ് കേട്ടോ. അപ്പം ചേട്ടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൻട്രൽ പോയിന്റിൻ്റെ അടുത്തുള്ള വലിയ പാർക്കില്ല, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളിതേ കാറെടുത്ത് വന്നിട്ട് അങ്ങോട്ട് പോവാണ്. ഇതാണ് കേട്ടോ മെട്രോ സ്റ്റേഷൻ. ഞാൻ കാലത്ത് വരാറില്ലേ, ആ മെട്രോ സ്റ്റേഷനാണിത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വലിയൊരു പാർക്കുണ്ട് കേട്ടോ. അവിടേക്ക് പോകാമെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ ഈ ഒരു പാർക്കിലേക്ക് ചേട്ടൻ്റെ അമ്മയ്ക്കുള്ള സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് മഴ കാരണം പാർക്കിൽ വെള്ളം കെട്ടി നിന്നിട്ടാന്ന് തോന്നുന്നു പാർക്ക് ക്ലോസ് ആയിരുന്നു. അപ്പോൾ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഫ്രണ്ടിൽ 2 ടീ കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ചായയും സമൂസയും ഈ ചിക്കൻ റോളൊക്കെ വാങ്ങിച്ച് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ആസ്വദിച്ച് നിന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇന്നാണ് പോയത് കേട്ടോ.
നമ്മളെന്ന ദിവസം വന്നു, പക്ഷെ അന്ന് വെള്ളം മഴ പെയ്തിട്ട് പാർക്ക് ഓപ്പൺ ചെയ്തില്ല. നമ്മൾ ചായക്കും കുടിച്ച് പോയി നിന്നിട്ട്. ആ പൂച്ച തന്നെയാന്നോണ്ട് നമ്മളെ കടിക്കാൻ വന്ന പൂച്ച. പാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിപ്പാനെ കുഞ്ഞാറ്റിനെ നോക്കണ്ട കേട്ടോ. അവർ പിന്നെ എല്ലായിടത്തും പോയി കളിയായി. പിന്നെ അവരുടെ ടൈമാണ്, പിന്നെ അവർക്ക് വേണ്ടി വിട്ടു കൊടുക്കും ഞാൻ കേട്ടോ. പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ലേ. വരുന്നു മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ പാർക്കിൽ നിന്ന് കഴിഞ്ഞാൽ മെട്രോ പോണതും പിന്നെ എയർപോർട്ടും അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഫ്ലൈറ്റ് പോകുന്നതിക്ക് നമുക്ക് നല്ല പോലെ കാണാൻ പറ്റും കേട്ടോ. വന്നപ്പോൾ തന്നെ കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റും കളി തുടങ്ങി. ഇഷ്ടമായടാ? ഇനി കുറേ നടക്കാണ്ട് അവിടേക്ക്. ഞങ്ങൾ അവിടെ ഉള്ളപ്പോ തൊട്ടടുത്ത് പാർക്ക് ഉണ്ടായിരുന്നു ഷാർജയില്. അപ്പൊ ഇന്നും കളിക്കാൻ പോലോ അവിടെ എത്തിക്കുന്നുണ്ട്. ഉണ്ണികളങ്ങനെ കളിക്കാനുള്ള തിരക്കിലാണ്. ഞാനും അമ്മയും അപ്പോൾ പാർക്കൊന്ന് ചുറ്റി കാണാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൂരം നടന്നു കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ച് നേരം ഇരുന്ന് പാർക്കൊക്കെ ഒന്ന് ആസ്വദിച്ച് നല്ല ചെറിയൊരു വെള്ളം കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് അതൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നു. ചേട്ടനാണെങ്കിലോ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ചേട്ടന് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാറ് പാർക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വന്നോളൂ. ചേട്ടൻ വന്നപ്പോൾ ഇത്തിരി നേരം വൈകി. പിന്നെ ഞങ്ങൾ ഉണ്ണികളേക്കും കളിപ്പിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്ന്. ഉണ്ണികൾക്ക് തിരിച്ചു പോരാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ലേ. പിന്നെ നാളെ ഉണ്ണികൾക്ക് സ്കൂളിലേക്ക് പോകണമല്ലോ. 5:45 ആകുമ്പോഴേക്കും സ്കൂൾ വണ്ടി വരും. അപ്പോൾ നേരത്തെ പോകണോണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. നമുക്ക് ഇവിടെ കുറേ ആൽമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനേക്കും. പിന്നെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.